നമുക്ക് ഹോളി വാട്ടറിനെ കുറിച്ച് മറ്റൊരു അത്ഭുതം കേട്ടാലോ. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഹോളി വാട്ടറിൻ്റെ ഒരു അത്ഭുതം പറയുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ ഒരു പട്ടീനെ വളർത്തുന്നുണ്ട്. അതിൻ്റെ പേര് മാർലി എന്നാണ്. റോട്ട് വീലറാണ് അതിനെ. അപ്പോൾ അതിനൊരു ചെള്ളുപനി വന്നു. ചെള്ളുപനി വന്നിട്ട് നമ്മൾ ഒത്തിരി പൈസ ചിലവാക്കേണ്ട ഒരു സ്റ്റേജ് എത്തി. അങ്ങനെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ആൾ ഉഷാറായി. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഈ സെയിം അസുഖം വന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊന്നും വലിയൊരു യൂസ് ഇല്ലാത്ത പോലെ. പിന്നെ ഡെയിലി നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാനും അങ്ങനെ കാര്യങ്ങൾക്ക് ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളിങ്ങനെ പൈസ ചിലവാക്കണ്ട, അതിന് ഭേദം ഇതിനെ ഒഴിവാക്കേണ്ടതാണ് നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഒത്തിരി പൈസയാണ് ചിലവാക്കുന്നത്, അത് വേണ്ടാന്നാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡാഡി പറഞ്ഞു, അത് പറ്റില്ല, ഞങ്ങൾക്ക് എന്തായാലും ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം എന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ആളിങ്ങനെ കിടക്കുള്ളൂ, ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കും. ഒരു കാര്യത്തിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ അവിടെ ഓടിച്ചാടി നടക്കണതാ. പക്ഷെ ആൾ 8 മണിയെന്ന് പറഞ്ഞ ടൈം ഉണ്ടെങ്കിൽ കറക്റ്റ് പ്രാർത്ഥന തീരുന്ന റൂമിലേക്ക് എത്തും. 8 മണിയാകുമ്പോൾ നമ്മൾ പ്രാർത്ഥന തീരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് പതുക്കെ നമുക്ക് പ്രാർത്ഥനാ പായുണ്ട്, അതിൽ തല വെച്ച് കിടക്കുകയാണ്. അപ്പോൾ ഡാഡി ഞങ്ങൾക്ക് എല്ലാവർക്കും ഹോളി വാട്ടർ തരുമ്പോൾ ആൾക്ക് ഇത്തിരി തലയിൽ നെറ്റിയിലാക്കി കൊടുക്കും, കുരിശ് വരച്ചിട്ട് കൊടുക്കും, പിന്നെ ഇത്തിരി കുടിക്കാൻ കൊടുക്കും. അങ്ങനെ ഡാഡി ഡെയിലി അതിനങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഗ്രാജുവലി അതിന് അസുഖം കുറഞ്ഞു വരാനും പൂർണ്ണ സൗഖ്യത്തിന് കിട്ടി. പിന്നെ അതിന് ശേഷം അതിനങ്ങനെ ഒരു അസുഖം വന്നിട്ടേ ഇല്ല. ഇപ്പം ഈ കാണുന്ന പോലെ ഓടിച്ചാടി നടക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ.